ഹലോ സൂര്യ, ഇരിക്ക. എന്തു പറ്റി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന? എന്താ പകൽ സ്വപ്നം കാണുകയാണോ? സൂര്യ, ഞാൻ ഭരത്തിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. അവന് പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയെന്ന്. റിയലി? ആ, അവൻ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ തന്റെ ആദ്യത്തെ ലക്ഷ്യം പൂർത്തിയായി. അതെ സൂര്യ, ആദ്യത്തെ ലക്ഷ്യം ഭാമയ്ക്കൊരു ജോലിയായിരുന്നു. പക്ഷെ അവളുടെ ബുദ്ധിമോശം കൊണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ അവളൊരു കുടുംബിനിയായി. പക്ഷെ ഭരത് അവന്റെ ആഗ്രഹം സാധിക്കും പോലെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. എല്ലാത്തിന്റെ പിന്നിലും തന്റെ കൈകളായിരുന്നല്ലോ. ഞാനൊരു കാരണം മാത്ര സൂര്യ. അവന്റെ അർപ്പണ ബോധമാ അവൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. സൂര്യ, ഇനി ഭാനുവിനെ കൂടി ഒരു ഡോക്ടറെ കണ്ടാ പിന്നെ ഞാൻ വിജയിച്ചു. അത് പിന്നെ ഉറപ്പല്ലേ? അവള് മിടിക്കുക. ഭാമയെ പോലെയൊന്നുമല്ല, അവൾക്കൊരു ലക്ഷ്യമുണ്ട്. അതെ സൂര്യ, അതാണ് എന്റെ ധൈര്യം. ഭാനുവാണെങ്കിൽ ഇപ്പോഴേ നല്ല ബോൾഡാ. അല്ല, ഭരത്തിന് അല്പം മധുരം കൊടുക്കണ്ടേ സൂര്യ? ഞാൻ അല്പം പായസം ഉണ്ടാക്കാം. സൂര്യ വരുന്നോ? താൻ ചെല്ലേ, അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി. നീ പറയുന്ന പോലെയാണെങ്കിൽ ആ ഡോക്ടർ ഒരു ഫ്രോഡാ. ഉറപ്പായിട്ടും ഫ്രോഡാണ് അച്ഛാ. അംബാലികയുടെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും നല്ലതുപോലെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. നിന്റെ അമ്മയ്ക്ക് ബുദ്ധി കൂടുതലാണെങ്കിലും ആർക്കും പറ്റിക്കാൻ വളരെ എളുപ്പാ. വ്യക്തമായ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. പിന്നൊരു കാര്യം, ഇവിടെ ഇപ്പോ നിന്റെ അമ്മയെ ചതിക്കേണ്ട കാര്യമൊന്നും അവർക്കൊണ്ടൊന്നും തോന്നുന്നില്ല. ഇനി ചിലപ്പോ നിങ്ങൾ കരുതുന്ന പോലെ മാനസികം സുല്ലും ചേർന്നുള്ള കളിയാവാൻ സാധ്യതയുണ്ടത്. ഇവിടെ മാനസ പറഞ്ഞതെല്ലാം തലകീഴായി മറിഞ്ഞില്ലേ? അതുപോലെ നാളെ ഇക്കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിക്കാം. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി നിന്റെ അമ്മ ബ്രോക്കർ വഴി ആൾ അന്വേഷിച്ചു വരും. മാനസയ്ക്കറിയാവുന്നല്ലേ? മാനസയല്ലേ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം നിന്നത്. അങ്ങനെയാണെങ്കിൽ മാനസിയെ സംശയിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആദ്യം 1-2 പേര് കൃത്രിമ ഗർഭധാരണം നടത്താനായിട്ട് വന്നുപോയ കാര്യത്തിന് മാനസികം സാക്ഷിയാ. രണ്ടാമതായിട്ട് ഭാമ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായതിനു ശേഷം അവൾ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയിട്ട് പിന്മാറിയതാ. ഈ സമയത്തൊക്കെ മാനസയും പ്രഗ്നന്റ് ആയിരുന്നിരിക്കണം. നീയും ഭാവനയും ടൂറിന് പോയ സമയത്ത് മാനസ നിർബന്ധിച്ചിട്ടാണ് നിന്റെ അമ്മ ഇതിന് സമ്മതം നൽകി. എന്നാലോചിച്ച് നോക്കിയാല് ഇതിനിടയിൽ ചിലപ്പോൾ പല കളികളും നടക്കാൻ സാധ്യതയുണ്ട്. ശരിയായിരിക്കും അച്ഛാ, ഇതങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഹോസ്പിറ്റലിൽ മാനസ ഈ കൃത്രിമ ഗർഭധാരണം നടത്തുന്നതിന് 1.5 മാസം മുമ്പ് സുനിൽ അവസാനമായി നാട്ടിൽ വന്നിട്ടുള്ളത്. പിന്നീട് അവൻ ആരും കണ്ടിട്ടുമില്ല. മാനസ പറഞ്ഞ മൊഴികളിലും കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സംശയിക്കാൻ മോനെ, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. എല്ലാം കൃത്യമായി കണക്റ്റഡ് അല്ലേ അച്ഛാ? അപ്പൊ പിന്നെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ. തൽക്കാലം ഈ സംശയങ്ങളൊന്നും മാനസിക നേരെ ഉണ്ടാവാൻ നോക്കണം. അവളുടെ ഡെലിവറി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ നമ്മൾ മൊത്തത്തിൽ പെട്ടിരിക്കുക അച്ഛാ. എന്താ അവളുടെ മനസ്സിലെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ സുനിൽ അത്ര അപകടകാരിയല്ല. എന്തായാലും കൂടുതലൊന്നിനും പോവാതിരിക്കുന്ന അച്ഛാ നല്ലത്. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു. ഒരു ശുദ്ധികലശം നടത്താനുള്ള വഴി തെളിയുണ്ട്. എന്നാലേ നമുക്ക് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടും. നീ ധൈര്യമായിട്ടിരിക്ക. ചിലപ്പോ ഈ സത്യങ്ങളെല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും പുറത്തു വന്നേ. അപ്പൊ ശരി. ഞാൻ പറയുന്ന സത്യം ആന്റി. സുനിൽ എന്റെ റൂമിൽ എങ്ങനെയാ വന്നെന്ന് എനിക്ക് അറിയില്ല. നീ കൂടുതൽ സംസാരിച്ച് ചെറുതാവാൻ നോക്കണ്ട. രാത്രി സുനിലിനെ പുറത്താക്കി ഡോർ അടച്ച് കുറ്റിയിടുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. ആന്റി, ഇന്ന് രാവിലെ ഞാൻ വന്ന് വാതില് തട്ടുമ്പോഴാ നീ വാതില് തുറന്നത്. അപ്പൊ സുനിൽ നിന്നോടൊപ്പം പുറത്തേക്ക് വരികയും ചെയ്തു.
അപ്പോഴും ഞങ്ങൾ എല്ലാവരും പുറത്തുണ്ടായിരുന്നു. ഇനിയും നിനക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഉറപ്പിക്കാം, സുനിലിന് ഒടിവിദ്യ അറിയായിരിക്കും. ആന്റി എന്നെ കളിയാക്കാണോ? അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞങ്ങൾ അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ കൺമുന്നിൽ കാണുന്നത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ടതാണെങ്കിൽ വിശ്വസിക്കും. നീ ഇന്നലെ വരെ എന്നോട് പറഞ്ഞതെല്ലാം 100% സത്യങ്ങളായിരുന്നല്ലോ. ഇവിടെയാണ് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഭാവനയെ ഞാൻ സമ്മതിക്കുന്നത്. കഴുത്തറത്തിട്ടാലും അവള് കള്ളം പറയില്ല, ആരെ ഒറ്റാനും പോവില്ല. നമ്മളൊന്നും ഇനി 10 ജന്മം എടുത്താലും ഭാവനെ പോലെ ആവാൻ പറ്റില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല ആന്റി. ആന്റി വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കേ. ആ വിഷയം അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് സുനിലിനെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്ക്. ഇപ്പൊ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നീയും സുനിലും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ധാരണയുണ്ട്. അതുമാത്രം എനിക്ക് നിന്നോട് പറയാനുള്ളൂ. എന്തായാലും നിന്റെ ഡെലിവറി കഴിയുന്നവരെ വരുന്നതെല്ലാം നേരിട്ടല്ലേ പറ്റൂ. ഇനിയെങ്കിലും ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതിരിക്കാൻ നോക്ക്. ആദ്യം നീ സൂക്ഷിക്കേണ്ടത് നിന്റെ അച്ഛനെയും അമ്മയും തന്നെയാ. ആകാശത്തൂടെ പോകുന്നതിനെ ചിലപ്പോ ഏണി വെച്ച് പിടിച്ച് നിനക്ക് കാണിച്ചു തരും. അത്രയ്ക്ക് മിടുക്ക രണ്ടിനും. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ ആന്റിയുടെ അവസ്ഥ എന്താണെന്നറിയോ? മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ.